നോക്കൂ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സമരം കഴിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ്. ആ സമരത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ സമരത്തിന് ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ ജനങ്ങളും അതേപോലെ തന്നെ യുവാക്കളും പാർട്ടി ഏതരമായ തലത്തിൽ, ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുടെ ഉത്കണ്ഠയുള്ള വിഷയമായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത് ടേക്കപ്പ് ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം പ്രത്യേകിച്ച് മധ്യവർഗവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതുമായ ആളുകളുടെ ഒരു ഉത്കണ്ഠയുടെ വിഷയമായിരുന്നു നീറ്റ് പരീക്ഷയും. ആ പരീക്ഷ കാര്യക്ഷമമായിട്ട് നടത്തപ്പെടാതെ പോയതുകൊണ്ട് സംഭവിച്ച ദുരന്തങ്ങൾ, ആത്മഹത്യകൾ, മേലാൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. വിദ്യാഭ്യാസത്തിൽ പരീക്ഷകൾ നടത്തുമ്പോൾ ആ പരീക്ഷ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിർവഹിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വളരെ കോസ് നിറഞ്ഞെന്ന് വെച്ചാൽ ഒരു കാരണം ഉണ്ട്. ആ കാരണത്തിൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ കാരണത്തിൻ്റെ നല്ല മനുഷ്യനെ ബാധിക്കുന്ന വളരെ ജെന്യുവനായിട്ടുള്ള ഏത് വിഷയവും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി സമൂഹത്തിനും ചെറുപ്പക്കാർക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിന് മനസ്സില്ല, അവരാരും സമരത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള തീരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ്. ആ രീതിയിൽ ഈ സമരത്തെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പലതും ആര് ജയിച്ചു ആര് തോറ്റു അതൊന്നുമല്ല പ്രശ്നം നമ്മളുടെ ഇപ്പോൾ ഈ ചർച്ചയിൽ. എനിക്ക് കൂടുതൽ താല്പര്യം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയം ടേക്കപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്കതിൽ രണ്ട് തരത്തിൽ തോന്നിയത്, ഒന്ന്, ഈ പറയുന്ന സമരം ടേക്കപ്പ് ചെയ്തെന്നുള്ള അഭിപ്രായം എനിക്കില്ല. സമരം പൊതുസമൂഹം ഇന്ന് ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇഷ്യൂസിൽ ഒന്ന് ജെന്യൂനാണ്. ഇപ്പം നീറ്റ് പരീക്ഷയിലും മറ്റു പരീക്ഷകളിലും നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളും അതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടതെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള വസ്തുതയാണ്. അത് രാഷ്ട്രീയത്തിനുപരിയായുള്ള തീരുമാനമാണ്. അത് രാഷ്ട്രീയത്തിനുപരിയാണ്. എന്ന് മാത്രമല്ല, ഈ സംഭവം ആദ്യം കണ്ടുപിടിച്ച് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളല്ല, പത്രമാധ്യമങ്ങളല്ല. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ കേരളത്തിലെ PSC കറപ്ഷനാന്നിരിക്കട്ടെ, PSC കറപ്ഷൻ പത്രമാധ്യമങ്ങളാണ് കണ്ടുപിടിച്ചത്, മാധ്യമങ്ങൾ കണ്ടെത്തിയതാണ്. മറിച്ച് ഇപ്പൊ ഡൽഹിയിലാണ് PSC പോലും അതൊക്കെ ഈ പരീക്ഷാർത്ഥികൾക്ക് പത്രക്കാരെകളൊന്നും പറയാവുന്ന കാര്യമല്ലേ. അതെ, ആ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കാണല്ലോ അതിൻ്റെ പ്രശ്നങ്ങൾ. PSCയുടെ ഈ വലിയ ജോലികൾ, ആ ജോലികളിലാണുള്ള ഈ ക്രമക്കേടുകൾ. ഇപ്പോൾ പകരം ഈ നമ്മുടെ LDC പോലെയുള്ള പരീക്ഷകളിലായിരുന്നു എങ്കിൽ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ കലാപം ഉണ്ടാവുമായിരുന്നു. ആ പരീക്ഷകളിലാണ് ഇത്തരത്തിൽ കാരണം ഉണ്ടായിരുന്നെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഈ പ്രമാണിമാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണല്ലോ ഇവിടെ കൃത്രിമം കൂടുതലായിട്ട് നടന്നിരിക്കുന്നത്. മറ്റതിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു എങ്കിൽ വലിയ കലാപം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു വിശ്വസിക്കുന്നവർ. നീറ്റിനെ സംബന്ധിച്ച് വളരെ സർവ്വസാധാരണക്കാരുടെ പ്രശ്നമല്ലാതെ കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടിയിട്ടുള്ള അതാണ് പ്രശ്നം. ഏതാണെങ്കിലും ആ പ്രശ്നം ഗൗരവമുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും എല്ലാം ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവമുള്ളത് തന്നെയാണ്. ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത്, ഒന്ന്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രമക്കേട് ആദ്യം കണ്ടുപിടിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് കണ്ടുപിടിക്കുന്നത്. ആ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ തുല്യമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ധാരണ മെയ് മാസം അവസാനത്തിലാണ്. ഈ സമരമൊക്കെ തീരുമാനിക്കുന്നതിന് വളരെ മുന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു മാത്രമല്ല, അതിൻ്റെ പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അടുത്ത വർഷം എങ്ങനെ നടക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു നീറ്റലുള്ള വിഷയമാണെന്നുള്ള കാര്യത്തിലും ഒരു സംശയം ഇതിനെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിൻ്റെ പ്രസക്തി ഒന്നുണ്ടെങ്കിൽ പോലും ഈ സമരം തുടങ്ങിയവരെ സംബന്ധിക്കുന്ന തർക്കങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. അതിന് പ്രധാനമായിട്ട് തോന്നുന്നതെങ്കിൽ, ഈ സമരം തുടങ്ങുന്ന സമയത്ത് നീറ്റ് പരീക്ഷയോ ധർമ്മേന്ദ്ര പ്രധാനവും വിഷയമായിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയായിരുന്നു അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന വിഷയം. അങ്ങനെയായിരുന്നു. ഇവിടുന്ന് ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുന്നു, ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു, വേറൊരാൾ വേറെ രാജ്യത്തു നിന്ന് വരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ വഴിക്ക് ക്യാമ്പയിൻ ചെയ്തുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് സമരം നടക്കുന്നത്. ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു പിൽക്കാലത്തുള്ളത് എന്നുള്ളത്. അങ്ങനെ ആകാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അത് തെറ്റെന്ന് പറയാൻ സാധ്യമല്ല. സമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പല രീതികളിലും സമരങ്ങൾ ആരംഭിക്കാം.
പക്ഷേ സമരം അത് വളരെ ജെനുവിനാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഇത് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായ അദ്ദേഹം നേരത്തെ രാജിവെക്കുകയും ചെയ്ത് ഇത്തരം സമരത്തിന് പ്രസക്തിയില്ല. ഇങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുത്തു, പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചു, എങ്കിൽ പോലും അദ്ദേഹം അവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാത്രമല്ല, ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു പ്രശ്നമല്ല, ഇത് സ്ഥിരമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. അതിന് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ പൊതുവെ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം മറ്റ് പരീക്ഷാ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പരീക്ഷയുടെ വാർത്തകൾ, പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ആളുകളുടെ വസ്ത്രമൊക്കെ ഊരി എന്തൊക്കെ തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ആളുകൾക്കൊരു വലിയ വിശ്വാസമാണ്. പക്ഷേ പിന്നീടാണ് നമ്മളറിയുന്നത് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ലീക്ക് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്നു. മെയ് 3 നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 23 തന്നെ ഒരുത്തൻ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ അധ്യാപകരാണ് കോച്ചിങ് സെൻ്ററുകൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള അധ്യാപകരും കോച്ചിങ് സെൻ്റർ മാഫിയകളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് വൻതോതിൽ ഒരു കൊള്ളയായിട്ടും അഴിമതിയായിട്ടും മാറ്റിയിട്ടത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 15 ലക്ഷം രൂപ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. കൊടുക്കാം, കാരണം നമുക്ക് അതിൻ്റെ ഫീസ് സ്ട്രക്ചറായിട്ട് നോക്കുമ്പോൾ വളരെ സാധ്യമല്ല. കാരണം 1 കോടി രൂപയാണ് ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കോഴ്സ് പൂർത്തീകരിക്കുമ്പോൾ ഫീസായിട്ട് മാത്രം കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടിയ അയാൾക്ക് സർക്കാർ കോളേജിൽ പഠിക്കാം. സർക്കാർ കോളേജിൽ പഠിച്ചാൽ 6-7 ലക്ഷം രൂപയാണ് ആ ചിലവ് വരുന്നത്. 93 ലക്ഷം രൂപയെങ്കിലും അയാൾക്ക് ലാഭം അയാൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ 15 ലക്ഷം ഇനി കൊടുക്കുന്നതിന് അവർക്കെന്താ പ്രശ്നം? ഇത്തരമൊരു സാധ്യത ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇത് അഴിമതിയിലേക്ക് എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെറിയ തോതിലായിരുന്നു. ഇത്തവണ അത് വലിയ തോതിൽ ലീക്ക് ഔട്ട് ചെയ്യും. ഇത് അഴിമതി തന്നെ വലിയ തോതിൽ ലീക്ക് ഔട്ട് ചെയ്തു. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആളുകൾ പിടിക്കപ്പെടുന്നു. CBI ഇതിൽ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കുൽക്കർണിയാണല്ലോ ഇല്ല ആദ്യത്തെ അയാളെ പിടിക്കും. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ സംവിധാനം ഉണ്ടായി, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ പേരിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ രാജിവെക്കാമായിരുന്നു. തീർച്ചയായും നേരത്തെ രാജിവെക്കേണ്ടതും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാൾക്കും ഗുണമായിരുന്നു, പാർട്ടിക്കും ഗുണമായിരുന്നു. അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ഇത്തരം കാര്യങ്ങളല്ല ഇതിൻ്റെ അകത്ത്, ആ അത്തരം വിഷയങ്ങളെക്കാളുപരി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം വിഷയങ്ങൾ ആളുകൾ ഉൾക്കൊള്ളാനും അതിൻ്റെ ഒപ്പം നിൽക്കാനുമായിട്ട് തയ്യാറാവുന്നത്. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, വളരെ ജെന്യുവിനായ ഒരു കോസ് ഒരുപാട് പേരെ ബാധിക്കുന്നത്, അത് പ്രധാനപ്പെട്ട ധാരാളം ചെറുപ്പക്കാരെ ബാധിക്കുന്ന 20-22 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അതുകൊണ്ട് അത് അത്രമാത്രം വ്യാപകമായിട്ടുള്ള തോതിൽ അതിനൊരു സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അതത്ര ശക്തമായിട്ടുള്ള രീതിയിൽ ചില ജെന്യുവിൻ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ 3-4 പേരെയൊക്കെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയും നമ്മളത് ഒരു കോസ് എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നിരിക്കും. പക്ഷേ ഇതും അതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു വലിയ വ്യത്യാസമാണ്. ഇപ്പം നാളെ മറ്റൊരു സമരം പെട്ടെന്ന് ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് അത്രമാത്രം ജെന്യുവനായിട്ടുള്ളൊരു കോഴ്സ് വരികയാണെങ്കിൽ പൊതുസമൂഹം പ്രത്യേകിച്ച് യുവാക്കന്മാരെ ഏറ്റെടുക്കുന്നുള്ളതാണ്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെ ഏറ്റെടുക്കുന്നത് നല്ലതുമാണ്. മാത്രമല്ല ഈ സമരം അവസാനിച്ച രീതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമാണെന്നുള്ളതാണ്. കാരണം അങ്ങനെ ആ സമരങ്ങൾ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ഒരു ജെന്യുവിൻ കോസ് യഥാർത്ഥത്തിൽ സമൂഹം ഏറ്റെടുക്കുന്നു, അതിനവസാനം വിജയമുണ്ടാകുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അത് അവസാനിച്ചു പോകുന്നു. ആളുകൾ പൊതുവെ സന്തുഷ്ടരാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പല സമരങ്ങളും സന്തുഷ്ടരാണെങ്കിൽ പോലും ഈ സമരത്തിന്റെ ഒരു ഗുണപരമായിട്ടുള്ള വശത്തോടൊപ്പം തന്നെ ദൂഷ്യവശവും കൂടിയുണ്ട്. സാധാരണ നിലയ്ക്ക് ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത് പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനമാണ്. അത് കോൺഗ്രസ് പ്രസ്ഥാനമായിരുന്നു, അല്ലെങ്കിൽ ഡൽഹിയെ സംബന്ധിക്കുന്നത് ആം ആദ്മി പാർട്ടിയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ സമരത്തെ സംബന്ധിച്ച് ഈ 2 പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത രീതിയിൽ യുവതലമുറ സമരം ഏറ്റെടുത്തു എന്നുള്ള സവിശേഷത കൂടി ഇതിനുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റം വന്നിരിക്കും. ഇപ്പം നമുക്ക് AKGയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? പറ്റില്ല. ഒരു പാർട്ടിയിൽ നമുക്ക് അതാത് പാർട്ടികളിൽ ഇപ്പോൾ നമുക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന
വ്യത്യസ്തമായിട്ടുള്ള നിരവധി പാർട്ടികളുണ്ട്. ആ പാർട്ടികളിലൊക്കെ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള നേതാക്കളും ഇന്നത്തെ നേതാക്കളും താരതമ്യം ചെയ്താൽ നമുക്ക് ഇന്നത്തെ നേതാക്കളെ സ്വീകരിക്കാനേ പറ്റില്ല. സാധ്യമല്ല. അത്രമാത്രം വലിയ ഒരു ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഡീഗ്രഡേഷൻ. അല്ല, അവര് പൊല്യൂട്ടഡ് ആണ്. പൊല്യൂട്ടഡ് ആണ് അവരില്ല. അതാണ് പ്രശ്നം. പൊല്യൂട്ടഡ് ആണ്. അതെ, അതുകൊണ്ട് പൊല്യൂട്ടഡ് അല്ലാത്ത കുറെ പേരൊക്കെ ഉണ്ടാവാം സമൂഹത്തില്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ പൊല്യൂട്ടഡ് ലീഡേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർ പൊതുസമൂഹത്തിന് വിശ്വാസമില്ല. ഈ വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ തരത്തിൽ ഉള്ള റിയാക്ഷൻസ് ഒക്കെ വരുന്നത്. പുതിയ തരത്തിലുള്ള റിയാക്ഷൻസ് ആയിട്ട് ഞാനിതിനെ കണക്കാക്കാം. ഇത് കണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം ഇതൊക്കെ അവർ ഈ പഴയ ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ ഉള്ള വിഷയം അതിനൊരിക്കലും കരിയർ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അത് കരിയറിസ്റ്റ് അല്ലല്ലോ. കരിയറിസ്റ്റ് അല്ല. ഇന്ന് കരിയറിസ്റ്റുകളാണല്ലോ ഇവർ. കരിയറിസ്റ്റ് ആയിക്കോ നിങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മനുഷ്യർക്ക് താല്പര്യമുള്ള രീതിയിലും മനുഷ്യർക്ക് വിശ്വസിക്കാവുന്ന രീതിയിലും കരിയറിസ്റ്റ് ആയാൽ നിങ്ങൾക്ക് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്. അല്ല, അത് സാധാരണ കരിയറിസ്റ്റുകൾക്ക് എപ്പോഴും വ്യക്തിഗതമായിട്ട് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ വ്യക്തിപരമായിട്ട് അത് ഞാൻ ഈ സമരത്തിലും ഞാൻ കാണുന്ന ചെറിയൊരു സെറ്റ്ബാക്ക് അതാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവരും പിന്നെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഡൽഹിയിൽ പോയ സമയത്ത് അതിൽ മലയാളിയായിട്ട് ഒരാളെ കണ്ടു. ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഡൽഹിയിൽ വന്ന് എന്തിനാണെന്ന് അയാൾക്ക് അറിയില്ല. ഡൽഹിയിലേക്ക് ഇവർ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നു, അയാൾ ഡൽഹിയിൽ വരുന്നു. അയാൾ റിപ്പോർട്ടർ ചാനലിൽ അയാൾ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അവിടെയുള്ള ഒരു സർക്കാരിൻ്റെ തന്നെ ഒരു സ്ഥലത്തേക്ക് അക്കോമഡേഷൻ കിട്ടി. ഭാഗ്യവശാൽ അവിടെ അയാൾ അതിൻ്റെ ഡോർമെറ്ററിയിൽ അയാൾ താമസിക്കുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ എവിടെ നോക്കിയോ കിട്ടുന്നു. കാരണം ഈ ഡൽഹിയിൽ വരിക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്തിനാണ് വന്നതെന്ന് അയക്ക് നിശ്ചയമില്ല. അവിടെ സംസാരിച്ചുകൊണ്ട് ചാനലുകാർ തന്നെ അത് ശരിയായിരിക്കാം. കാരണം അത്തരത്തിലുള്ള കുറേ ആളുകളും കൂടി അതിനകത്ത് വന്നുപെട്ടുണ്ട്. ഈ പുതിയ സമരത്തിൻ്റെ ഇതൊരു ഈ മൾട്ടിറ്റ്യൂഡിൻ്റെ സമരം എന്നാണല്ലോ നമ്മളതിന് പറയുന്നത്, ജനസംഖ്യ. അതിൽ വളരെ വെറുതെ കൗതുകം കൊണ്ടുവരുന്ന ആളുകളുണ്ടാവും. കോസ്റ്റ് ബേസ്ഡായിട്ട് ശരിക്കും പോരടിക്കാനായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ പലരും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കൂടി ചേർന്നിട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഭൂമി നിർമ്മിക്കപ്പെടുന്നതിനെ സംഭവിച്ച വേറൊരു അപകടം എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ, അവർ ഉയർത്തി കാണിച്ച പ്ലക്കാർഡ്സ്, ഇതെല്ലാം നേപ്പാളിന് ബംഗ്ലാദേശിന് തനിയാവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇത് അത്യന്തം അപകടകരമാണ്. കാരണം ഇപ്പം നാടിനെ സംബന്ധിച്ച് ഇവരുദ്ദേശിച്ച മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നമുക്ക് അംഗീകരിക്കുന്ന സമയത്ത് പോലും ഇവരത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല അവിടെ കലാപത്തിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ പാർട്ടികളുടെ തന്നെ നേതാക്കന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർ. കാരണം ചർച്ചയിൽ അവർ പറഞ്ഞു. ഞാൻ ഇതിനകത്ത് കാണുന്നത് ഈ മൾട്ടിറ്റ്യൂഡ് നടത്തുന്ന സമരമാകുമ്പോൾ അതിനകത്ത് എല്ലാത്തരം ആളുകളും വന്ന് അവിടെ ആർട്ടിക്കിൾ 307 പുനഃസ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഖുറാന്റെ വാചകങ്ങളൊക്കെ, അതൊക്കെ ഞാൻ പറയുന്നത് ഇതിനകത്ത് വന്നുപെടുന്നതായിട്ടുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള എലിമെന്റ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നവരാണ്. അതുപോലെ BJPയും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരുടേതായിട്ടുള്ള ചെറിയ റോളുകൾ അതിനകത്ത്. BJP എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ സമരം എന്ന നിലക്ക് ഇത് രാജ്യദ്രോഹികളുടെ സമരമാണ് എന്നുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരുന്നതിന് ഈ രണ്ട് ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആൻ വലിയ ഘടകമാണ്. അവര് വിളിച്ച മുദ്രാവാക്യങ്ങളും പിന്നെ അവര് നേപ്പാളിന്റെ ഒരു തനിയാവർത്തനം പറഞ്ഞു, ബംഗ്ലാദേശിന് തനിയാവർത്തനം പറഞ്ഞു, ശ്രീലങ്കയുടെ തനിയാവർത്തനം പറഞ്ഞു. ഈ തരത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ ജൻസികൾ എന്ന് പെടുന്നൊരു വിഭാഗങ്ങൾ ഭരണസിംഹാസനം കീഴടക്കുന്ന ഒരു രീതി നടത്തിയിരുന്നു. സമാനമായിട്ട് രീതി ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞാലും നിരവധി പ്രത്യേകതകൾ ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിൽ ഇപ്പോൾ ഈവൻ ടു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ട് സൈലൻ്റായി. പക്ഷേ സൈലൻ്റ് ആകുന്ന സമയത്ത് പോലും ഉള്ളിലൊരു അടങ്ങാത്ത ജനരോഷം ഇതിനകത്തുണ്ടായിരുന്നു. 21 മാസക്കാലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളടക്കം അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഭാരതത്തെ സംബന്ധിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ അവരൊരു വികാരമുണ്ട്. അവർ നീറ്റ് പരീക്ഷയായാലും കൊള്ളാം, മറ്റേ നാഗർവാല കേസിലായാലും കൊള്ളാം, അടിയന്തരാവസ്ഥയുടെ സമരത്തിലായാലും കൊള്ളാം, ബോഫോഴ്സ് കേസിലായാലും കൊള്ളാം. ഏത് കേസ് നോക്കിയിട്ടില്ല, കോസിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള വികാരങ്ങൾ ഒരുപക്ഷെ സൈലൻ്റ് ആയിരിക്കാം. ആ സൈലൻ്റ് ആണെങ്കിൽ ശക്തമായ വികാരം പല സ്ഥലത്തുണ്ടോ എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ പോസിറ്റീവായിട്ട് തോന്നാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. എന്നുവെച്ചാൽ ദർ ഈസ് എ ഡെമോക്രാറ്റിക് എലിമെൻറ്റ്. ഷുവർ.
അതാണ് അടിയന്തരാവസ്ഥ ഇല്ലാതാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ഇത് പെട്ടുപോകുമായിരുന്നു. നേരത്തെ പറഞ്ഞാലേ അക്ഷരാഭ്യാസമില്ലാത്ത ഉത്തരേന്ത്യക്കാർ അവരാണ് അതിൻ്റെ കെടുതികൾ കൂടുതൽ അനുഭവിച്ചവർ. അതെ, അതുകൊണ്ട് അവർ കൃത്യമായിട്ട് പ്രതികരിച്ചു. മാത്രമല്ല, ബീഹാറിൽ നിന്ന് ജയപ്രകാശ് നാരായണൻ ആരംഭിക്കുന്ന ആ സമരം എന്ന് പറയുന്നത് നമ്മളുടെ എക്കാലത്തെയും എന്താണ് ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു ഒരു എന്താണ് അല്ല വലിയ ദൃഷ്ടാന്താണത് അല്ലേ? പിന്നെ അതെ. അപ്പോൾ അത് ആ ഒരു സാധനം അങ്ങനെ എളുപ്പത്തിൽ ഇന്ത്യയിൽ ഇല്ലാതാവും അല്ലെങ്കിൽ ഭാരതത്തിൽ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ വിഷയങ്ങൾ ടേക്ക് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്ത്യൻ മനസ്സിന്റെ ഒരു പ്രത്യേകത. അല്ല, ആ ഒരു സാധ്യത അത് വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ രാഷ്ട്രീയത്തെ ഗുണകരമാക്കി മാറ്റി തീർക്കുന്നതും ആണ് എന്ന് കരുതുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒക്കെ ഇത് നൽകുന്ന കുറേ പാഠങ്ങളുണ്ട് ശരിക്കും. അതായത് ഒന്ന്, ഈ പരമ്പരാഗത രീതികളിലുള്ള കരിയറിസ്റ്റ് മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളെ എല്ലായിടത്തും നടത്താതിരിക്കുക. കുറേയൊക്കെ അവർ നടത്തിക്കോട്ടെ. അതെ, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ ആ രാഷ്ട്രീയം കൊണ്ടൊക്കെ അവർക്ക് അധികാലം മുന്നോട്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല. നമുക്ക് വ്യത്യസ്തമായിട്ട് ചിന്താധാരകളൊക്കെ വരാം. ആ ചിന്താധാരകൾ പരസ്പരം ഈ സമരത്തിൽ തന്നെ അവർ എന്താണ് സഹന സമര രീതികളിലൂടെ പോയെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് അവർ ചെയ്തത്. നമ്മളുടെ മനസ്സിന്റെ അതുകൊണ്ടാണ് ഇപ്പൊ പാർട്ടികൾ തന്നെ ചർച്ചയിൽ പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് ഇത്തരം അക്രമങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ഇപ്പൊ കേസ് ലേറ്റസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടികൾക്കെതിരായിട്ടല്ല കേസ് വരുന്നത്, ഈ സമരത്തിൽ അക്രമം കാണിച്ചവർക്കെതിരായിട്ടാണ് കേസ് വരുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ചില ആളുകൾ ചെയ്തല്ലോ. കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലണം എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന സമരമൊക്കെ നടത്തുന്നത് കേരളത്തിലെ എറണാകുളത്തൊക്കെ വെച്ചുകൊണ്ടാണ്. മറ്റ് അതിനായിട്ട് പാർട്ടികൾക്കായിട്ട് ബന്ധമുണ്ടോ നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ പാർട്ടികളുടെ പേരിൽ പാർട്ടികൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു എലിമെന്റ്സ് കൂടി അതിനകത്ത് ഉണ്ടെന്നുള്ള വസ്തുതയാണ്. അല്ല, എല്ലാ സമരങ്ങളിലും അത് മൾട്ടിറ്റ്യൂഡിന്റെ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ എപ്പോഴും കണക്കാറ്. അതിൽ എല്ലാത്തരം കക്ഷികളിങ്ങനെ കയറൂല. ഇപ്പോൾ CPM നടത്തുന്ന ഒരു സമരം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആളുകൾ മാത്രമാണല്ലോ, വേറെ ആളുകൾ കടന്നു വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. കോൺഗ്രസിൻ്റെ അത്രത്തോളം ആയിരിക്കില്ല. BJP നടത്തുന്ന സമരം അവരല്ലാണ്ട് വേറെ ആൾക്കാർ കടന്നു വരാൻ അവർ സമ്മതിക്കില്ല. അതായത് ഇത്തിരി ബലമുള്ള ചട്ടക്കൂടിനകത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിൽ വേറെ ആളുകൾ കയറില്ല. ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര ഫ്ലെക്സിബിളല്ലേ. ഇതിലാരും വരും, മനസ്സിലായി. അത് പലതരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് സിലോണിൽ, നേപ്പാളിലും ബംഗ്ലാദേശിലൊക്കെ വേറൊരു രീതിയിൽ അത് കലാപത്തിലേക്ക് വരും. അതെ, അത് നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും കണ്ടത് അത് ഭാരതമായിട്ട് കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. അതല്ല, അങ്ങനെ പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യമല്ല. കാരണം ഇന്ത്യൻ ജനതയുടെ ഭൂരിപക്ഷത്തിന്റെ സ്വഭാവം ജനാധിപത്യ അധിഷ്ഠിതമാണ്. ഇന്ന് മാത്രമൊന്നുമല്ല, അത് എനിക്കൊണ്ട് 5000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുള്ള ഇന്ത്യയുടെ ചരിത്രം ശരിക്കതാണ്. രാമായണത്തിലടക്കം നമ്മൾ വായിക്കുന്നത് ശരിക്കതാണ്. ജനാധിപത്യത്തിനാണ് പ്രാധാന്യം. ആ ഒരു എലിമെന്റ് ഉണ്ടല്ലോ. അതെ, അത് നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിൽക്കും. ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ഇവരെല്ലാം ഭരിക്കാൻ കയറുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അവർ വ്യക്തി കേന്ദ്രീകൃതമാകുകയും അവർക്ക് ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവത്തിലേക്ക് പോകാനായിട്ടുള്ള പ്രവണത കൂടുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ തന്നെ പിണറായി വിജയനെതിരെ ഉള്ള ഒരു വെറുപ്പാണല്ലോ ശരിക്കും പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രകടമായി. അപ്പൊ അത് ആ സ്വഭാവത്തിൽ ആരെ സംബന്ധിച്ച് ആപ്ലിക്കബിൾ ആണ്. അത് എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ഒരു ഇന്ത്യൻ സമൂഹത്തിന്റെ സവിശേഷത ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃത ആകരുതെന്നും അതേസമയത്ത് ഭരണത്തിന് പുറത്തു നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത ആവുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി അംഗീകരിക്കും, പക്ഷേ നെഹ്റുവിന്റെ അത്ര ഒരു അപ്പർ ഹാൻഡ് വരുന്ന സമയത്ത് ഇന്ത്യൻ ജനത അംഗീകരിക്കണം. അതായത് അധികാരത്തിനും അമിതാധികാരത്തിനും എതിരെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. അത് ആണ് നമ്മുടെ പോസിറ്റീവ് ക്യാരക്ടർ. തീർച്ചയായിട്ടും ആ പോസിറ്റീവ് ക്യാരക്ടറിന്റെ അതിൻ്റെ ഒരു എന്താണ് പ്രത്യേക തരത്തിലുള്ള ടെക്സ്റ്റ് ആയിരുന്നു ഈ സമരം എന്ന് നമ്മൾ നമുക്ക് ഗണിക്കാവുന്നതാണ്. ശരിക്കും തീർച്ചയായിട്ടും. ശരി, നമസ്കാരം.